1 side and 2 angles. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ 3 സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു. 2 സൈഡ്സും അത് തമ്മിലുള്ള ആംഗിളും വെച്ചിട്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പഠിച്ചു. ഇനി നമുക്ക് ഒരു സൈഡും അതിൻ്റെ എൻഡിലുള്ള 2 ആംഗിൾസും വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കാം. For example, draw triangle of side 8 cm and angles at its end 40 degree and 60 degree. ആദ്യം ഞാൻ 8 cm ബേസിൽ വെച്ചിട്ട് 40 ഡിഗ്രി ലെഫ്റ്റിലും 60 ഡിഗ്രി റൈറ്റിലുമായിട്ടൊരു ട്രയാങ്കിൾ വരച്ചു. പിന്നെ 8 cm തന്നെ ബേസിൽ വെച്ചിട്ട് 60 ഡിഗ്രി ലെഫ്റ്റിലും 40 ഡിഗ്രി റൈറ്റിലുമായിട്ട് മറ്റൊരു ട്രയാങ്കിൾ വരച്ചു. പിന്നെ ഞാൻ 8 cm ലെഫ്റ്റിൽ വെച്ചിട്ട് 2 ട്രയാങ്കിൾസ് വരച്ചു. പിന്നെ 8 cm റൈറ്റിൽ വെച്ചിട്ടും 2 ട്രയാങ്കിൾസ് വരച്ചു. ട്രയാങ്കിൾസൊക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളിനെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. സോ സൈഡ്സും ആംഗിൾസും ഒക്കെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളിനെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. അവിടെയും സൈഡ്സും ആംഗിൾസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളിനെ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോഴും സൈഡ്സും ആംഗിൾസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി ഫിഫ്ത്ത് ട്രയാങ്കിളിൻ്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോഴും സൈഡ്സും ആംഗിൾസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി ഞാൻ സിക്സ്ത് ട്രയാങ്കിളിൻ്റെ മേലെ ഫസ്റ്റ് ട്രയാങ്കിൾ കൊണ്ടുവച്ചു. അപ്പോഴും സൈഡ്സും ആംഗിൾസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ ട്രയാങ്കിൾസ്. സോ ഈ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, if one side and angles at its end of a triangle is equal to one side and angles at its ends of another triangle, then the 2 triangles are equal triangles. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് മാത്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ പാരലലോഗ്രാമിലെ ഡയഗണൽസ് അവയുടെ മിഡ് പോയിൻറ്റിൽ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുമെന്നും സ്റ്റേറ്റ് ചെയ്യാം. ആദ്യം ഞാനൊരു പാരലലോഗ്രാം ABCD വരച്ചു. ഇനി എയും സിയും ജോയിൻ ചെയ്ത് ഡയഗണൽ AC വരച്ചു. ഈ ഫിഗറിൽ ഇപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ ADCയും ട്രയാങ്കിൾ ABCയും. നമുക്കറിയാം AC is the common side of both triangles. ABയും CDയും പാരലലാണ്, കാരണം they are the opposite sides of parallelogram. So AC is a line cutting these parallel lines AB and CD. Therefore angle CAB and angle DCA are alternate angles formed. നമുക്കറിയാം alternate angles formed are equal. Therefore angle CAB is equal to angle DCA. അതേപോലെ ADയും BCയും പാരലലാണ്, കാരണം അവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. പാരലൽ ലൈൻസായ ADയെയും BCയെയും കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് AC. അപ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ACBയും ആംഗിൾ DACയും. സോ angle ACB is equal to angle DAC. So one side and angle at its end of triangle ABC is equal to one side and angle at its end of triangle ADC. So triangle ABC and triangle ADC are equal triangles. നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റിലുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. നമുക്കറിയാം ആംഗിൾ CAB is equal to ആംഗിൾ DCA ആണ്, കാരണം അവ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. Therefore സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ CAB is equal to സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ DCA. ആംഗിൾ CABക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് BC ആണ്. ആംഗിൾ DCAക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് AD ആണ്. Therefore BC is equal to AD. അതേപോലെ ആംഗിൾ ACB is equal to ആംഗിൾ DAC ആണ് നമ്മൾ കണ്ടുപിടിച്ചു. Therefore സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ACB is equal to സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ DAC. ആംഗിൾ ACBക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് AB ആണ്. ആംഗിൾ DACക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് CD ആണ്. Therefore AB is equal to CD. അങ്ങനെ നമ്മൾ BC is equal to AD എന്നും AB is equal to CD എന്നും കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാംസ് ആർ ഈക്വൽ. ഇനി ഞാൻ ബിയും ഡിയും ജോയിൻ ചെയ്തിട്ട് മറ്റൊരു ഡയഗണൽ കൂടി വരച്ചു. എന്നിട്ട് ഈ പോയിൻറ്റിനെ P എന്ന് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ APBയും ട്രയാങ്കിൾ CPDയും.
നമുക്കറിയാം എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആണ്. അതേപോലെ ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എ ആണ്, ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഡി ബി ഇസ് എ ലൈൻ കട്ടിംഗ് പാരലൽ ലൈൻസ് എ ബി ആൻഡ് സി ഡി. Therefore, the alternate angles formed are angle PBA and angle PDC. Therefore, angle PBA is equal to angle PDC. So, one side and angles at its ends of triangle APB is equal to one side and angles at its ends of triangle CPD. Therefore, triangle APB and triangle CPD are equal triangles. ഇനി നമുക്കറിയാം sides opposite to equal angles are equal in equal triangles. ഇതിൽ ആംഗിൾ സി എ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ ഡി സി എ ആണ്. Therefore, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി എ ബി ഇസ് ഇക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ഡി സി എ. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി എ ബി ബി പി ആണ്. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ഡി സി എ ഡി പി ആണ്. Therefore, ബി പി ഇസ് ഇക്വൽ ടു ഡി പി. ബി പി ഇസ് ഇക്വൽ ടു ഡി പി മീൻസ് പി ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ലൈൻ ബി ഡി. ഇനി നമ്മൾ കണ്ടുപിടിച്ചു ആംഗിൾ പി ബി എ ഇസ് ഇക്വൽ ടു ആംഗിൾ പി ഡി സി ആണ്. Therefore, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ പി ബി എ ഇസ് ഇക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ പി ഡി സി. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ പി ബി എ എ പി ആണ്. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ പി ഡി സി സി പി ആണ്. Therefore, എ പി ഇസ് ഇക്വൽ ടു സി പി. എ പി ഇസ് ഇക്വൽ ടു സി പി മീൻസ് പി ഇസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ലൈൻ എ സി. അപ്പോൾ നമ്മൾ കണ്ടു പി ഇസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി ഡി ആൻഡ് പി ഇസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി. ദാറ്റ് മീൻസ് BD and AC intersects at their midpoint. BDയും ACയും ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇൻ എനി പാരലലോഗ്രാം ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. അതേപോലെ നമുക്ക് പറയാം ഇൻ എനി പാരലലോഗ്രാം ദി ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇവിടെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഉണ്ട്. ട്രയാങ്കിൾ എ ബി സിയിലെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. സെക്കൻഡ് ട്രയാങ്കിൾ പി ക്യു ആറിൽ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. സോ one side and angles at its ends of triangle ABC is equal to one side and angles at its end of triangle PQR. Therefore, triangle ABC and triangle PQR are equal triangles. ഇനി നമുക്ക് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് കാണാം. അതിനു വേണ്ടി നമുക്കറിയാം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇവിടെ ഈക്വൽ ആംഗിൾസ് ആംഗിൾ എ 50 ഡിഗ്രിയാണ്, ആംഗിൾ ആറും 50 ഡിഗ്രിയാണ്. Therefore, ആംഗിൾ എ is equal to ആംഗിൾ ആർ. Therefore, side opposite to angle A is equal to side opposite to angle R. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി ആണ്. ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ക്യു ആണ്. Therefore, ബി സി is equal to പി ക്യു. ഇനിയുള്ള ഈക്വൽ ആംഗിൾസ് ആംഗിൾ ബി ആണ്. ആംഗിൾ ബി 70 ഡിഗ്രിയാണ്. ആംഗിൾ ക്യു 70 ഡിഗ്രിയാണ്. Therefore, ആംഗിൾ ബി is equal to ആംഗിൾ ക്യു. That is, side opposite to angle B is equal to side opposite to angle Q. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ സി ആണ്. ആംഗിൾ ക്യൂക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ആർ ആണ്. Therefore, എ സി is equal to പി ആർ. നമുക്കറിയാം എ ബി 6 സെൻറ്റിമീറ്റർ ആണ്, ക്യു ആർ 6 സെൻറ്റിമീറ്റർ ആണ്. Therefore, എ ബി is equal to ക്യു ആർ. സോ നമ്മുടെ മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആർ ബി സി is equal to പി ക്യു, എ സി is equal to പി ആർ ആൻഡ് എ ബി is equal to ക്യു ആർ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എൽ എം എന്നും ട്രയാങ്കിൾ എക്സ് വൈ സെഡും. ട്രയാങ്കിൾ എക്സ് വൈ സെഡിൽ ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് 70 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ആണ്. ട്രയാങ്കിൾ എൽ എം എന്നിൽ വൺ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ആംഗിൾ അറ്റ് 1 and 30 ഡിഗ്രി ആണ്. മറ്റേ എൻഡിലുള്ള ആംഗിൾ തന്നിട്ടില്ല. സോ നമുക്ക് ആ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore, in triangle LMN, angle L plus angle M plus angle N is equal to 180 degree. ആംഗിൾ എൽ 30 ഡിഗ്രി ആണ്, ആംഗിൾ എം 80 ഡിഗ്രി ആണ്. Therefore, 30 plus 80 plus angle N is equal to 180 degree. 30 plus 80 110 ആണ്. Therefore, 110 plus angle N is equal to 180 degree. Angle N is equal to 180 minus 110, that is equal to 70 degree. So, angle N നമുക്ക് 70 degree കിട്ടി. That is, one side and angles at its end of triangle LMN is equal to one side and angles at its ends of triangle XYZ.
ദാറ്റ് ഈസ് ട്രയാങ്കിൾ LMN ആൻഡ് ട്രയാങ്കിൾ XYZ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിലെ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ ഈക്വൽ ആംഗിൾസ് ആംഗിൾ L ഈസ് ഇക്വൽ ടു ആംഗിൾ Y ആണ്. ദാറ്റ് ഈസ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ L ഈസ് ഇക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ Y. ആംഗിൾ Lന് ഓപ്പോസിറ്റുള്ള സൈഡ് MN ആണ്. ആംഗിൾ Yക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് XZ ആണ്. Therefore MN is equal to XZ. അതേപോലെ ഈക്വൽ ആംഗിൾസ് ആണ് ആംഗിൾ N ആൻഡ് ആംഗിൾ X. ദാറ്റ് ഈസ് ആംഗിൾ N is equal to ആംഗിൾ X. Therefore side opposite to ആംഗിൾ N is equal to side opposite to ആംഗിൾ X. ആംഗിൾ Nന് ഓപ്പോസിറ്റുള്ള സൈഡ് LM ആണ്. ആംഗിൾ Xന് ഓപ്പോസിറ്റുള്ള സൈഡ് YZ ആണ്. Therefore LM is equal to YZ. LN 8 cm ആണ്. XYയും 8 cm ആണ്. Therefore LN is equal to XY. So matching pairs of sides are MN is equal to XZ, LM is equal to YZ and LN is equal to XY. In the figure, AP and PQ equal and parallel are lines drawn at ends of the line AB. The point of intersection of PQ and AB is marked as M. First question, are the sides of triangle AMP equal to the sides of triangle BMQ? Why? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AP is equal to BQ and they are parallel. നമുക്കറിയാം AB is a line drawn to parallel lines AP and BQ and angle PAM and angle MBQ are alternate angles formed. Therefore, angle PAM is equal to angle MBQ. PQ is the line cutting parallel lines AP and BQ and the alternate angles formed are angle APM and angle MQB. Therefore, angle APM is equal to angle MQB. So, one side and angles at its ends of triangle AMP is equal to one side and angles at its ends of triangle BMQ. Therefore, triangle AMP and triangle BMQ are equal triangles. So, all sides of triangle AMP is equal to all sides of triangle BMQ. Second question, what is the special about the position of M on AB? നമുക്കറിയാം ട്രയാങ്കിൾ AMPയും ട്രയാങ്കിൾ BMQയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ AMP ഈസ് ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ BMQ. ഇനി ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആംഗിൾ APM ഈസ് ഈക്വൽ ടു ആംഗിൾ AMQB because they are alternate angles. Therefore, side opposite to angle APM is equal to side opposite to angle MQB. Side opposite to angle APM AM ആണ്. Side opposite to angle MQB MB ആണ്. Therefore, AM is equal to MB. AM is equal to MB means M is the midpoint of AB. Third question, draw a line 5.5 cm long. Using a set square, locate the midpoint of this line. ആദ്യം ഞാൻ റൂളർ വെച്ചിട്ട് 5.5 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ സെറ്റ് സ്ക്വയർ, നമുക്കിഷ്ടമുള്ള സെറ്റ് സ്ക്വയർ എടുക്കാം. ഞാൻ 30 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ലൈനിൻ്റെ ഒരു എൻഡിൽ 30 ഡിഗ്രി മെഷർ ചെയ്തൊരു ലൈൻ വരച്ചു. ഇനി ഈ ലൈനിൻ്റെ മറ്റേ എൻഡിലും 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഇനി ഈ രണ്ട് ലൈൻസും ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്നും ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. And this point is the midpoint of the line. In the figure, ABCDE is a pentagon with all sides of the same length and all angles of the same size. The sides AB and AE extended meet the side CD extended at P and Q. First question, are the sides of triangle BPC equal to the sides of triangle EQD? Why? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് പെൻറ്റഗൺസ് ആർ ഈക്വൽ. Therefore, AB is equal to BC is equal to CD is equal to DE is equal to EA എന്ന് എഴുതാം. അതേപോലെ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, angle ABC is equal to angle BCD is equal to angle CDE is equal to angle DEA is equal to angle EAB. ഇനി ഞാൻ ഈ ആംഗിൾസൊക്കെ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. Therefore, these angles are equal to X. ഇനി നമുക്ക് ട്രയാങ്കിൾ BPCയും ട്രയാങ്കിൾ EQD ഒന്ന് നോക്കാം. BC is equal to ED because they are the sides of pentagon and the sides of pentagons are equal എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. CB is line drawn to line AP.
Therefore, angle CBA and angle CBP are in linear pair. നമുക്കറിയാം sum of angles in linear pair is equal to 180 degree ആണ്. Therefore, angle CBA plus angle CBP is equal to 180 degree. ആംഗിൾ സി ബി എ ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്തു, കാരണം അത് പെൻറ്റഗണിനുള്ളിലെ ഒരു ആംഗിൾ ആയതുകൊണ്ട് പെൻറ്റഗണിലെ എല്ലാ ആംഗിൾസും ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തിരുന്നു. Therefore, x plus angle CBP is equal to 180 degree. Angle CBP is equal to 180 minus x. DE is line drawn to line AQ and angle DEA and angle DEQ are in linear pair. Therefore, angle DEA plus angle DEQ is equal to 180 degree. Angle DEA ഞാൻ എക്സ് എന്ന് എഴുതി, കാരണം അത് പെൻറ്റഗണിൻ്റെ ഉള്ളിലൊരു ആംഗിൾ ആയതുകൊണ്ട്. സോ എക്സ് പ്ലസ് ആംഗിൾ DEQ is equal to 180 degree. Angle DEQ is equal to 180 minus x. BC is line drawn to line PD and angle BCP and angle BCD are linear pair. Therefore, angle BCP plus angle BCD is equal to 180 degree. Angle BCD ഞാൻ എക്സ് എന്ന് എഴുതി, കാരണം അത് പെൻറ്റഗണിലെ ഉള്ളിലെ ആംഗിളൊക്കെ സെയിം ആണ്, അത് എക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തിരുന്നു. Therefore, angle BCP plus x is equal to 180. Angle BCP is equal to 180 minus x. ED is line drawn to PQ and angle EDC and angle EDQ are linear pair. Therefore, angle EDC plus angle EDQ is equal to 180 degree. Angle EDC ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്തിരുന്നു, കാരണം അത് പെൻറ്റഗണിൻ്റെ ഉള്ളിലെ ആംഗിൾ ആയതുകൊണ്ട്. സോ എക്സ് പ്ലസ് ആംഗിൾ EDQ is equal to 180 degree. Angle EDQ is equal to 180 minus x degree. So we get BC is equal to ED, angle CBP is equal to angle DEQ because both are 180 minus x degree. Angle BCP is equal to angle EDQ because both are 180 minus x degree. So one side and angles at each ends of triangle BPC is equal to one sides and angles at each ends of triangle EQD. Therefore, triangle BPC and triangle EQD are equal triangles. So all sides of triangle BPC is equal to all sides of triangle EQD. Second question, are the sides of AP and AQ of triangle APQ equal? Why? നമുക്കറിയാം ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ഇ ക്യു ഡിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈസ് ഈക്വൽ ടു ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി. ഇനി ഏതൊക്കെ സൈഡ്സാണ് ഈക്വൽ എന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആംഗിൾ ബി സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി ക്യു. ദെർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ബി സി പി ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ഇ ഡി ക്യു. ആംഗിൾ ബി സി പിയുടെ സൈഡ് ഓപ്പോസിറ്റ് ഉള്ളത് ബി പി ആണ്. ആംഗിൾ ഇ ഡി ക്യൂവിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഇ ക്യു ആണ്. ദെർഫോർ ബി പി ഈസ് ഈക്വൽ ടു ഇ ക്യു. ഇനി നമുക്ക് എ പി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി പി എന്ന് എഴുതാം. എ ബി സൈഡ് ഓഫ് പെൻറ്റഗൺ ആണ്. ദെർഫോർ എ പി ഈസ് ഈക്വൽ ടു സൈഡ് ഓഫ് പെൻറ്റഗൺ പ്ലസ് ബി പി. ഇനി ബി പി ഈസ് ഈക്വൽ ടു ഇ ക്യു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. സോ നമുക്കിതിനെ സൈഡ് ഓഫ് പെൻറ്റഗൺ പ്ലസ് ഇ ക്യു എന്ന് എഴുതാം. സൈഡ് ഓഫ് പെൻറ്റഗൺ പ്ലസ് ഇ ക്യു ഈസ് ഈക്വൽ ടു AQ, that is AP is equal to AQ. In triangle ABC and triangle PQ are shown below. AB is equal to QR, BC is equal to RP, CA is equal to PQ. First question, are CD and PS equal? Why? ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഒന്ന് നോക്കാം. എ ബി ഇസ് ഇക്വൽ ടു ക്യു ആർ, ബി സി ഇസ് ഇക്വൽ ടു ആർ പി, സി എ ഇസ് ഇക്വൽ ടു പി ക്യു എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore, 3 sides of triangle ABC is equal to 3 sides of triangle PQR. So, triangle ABC and triangle PQR are equal triangles. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ഈക്വൽ ട്രയാങ്കിൾസ്. ഇവിടെ ബി സി ഇസ് ഇക്വൽ ടു ആർ പി എന്ന് തന്നിട്ടുണ്ട്. Therefore, ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി സി ഇസ് ഇക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ആർ പി. ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി സി ആംഗിൾ എ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ആർ പി ആംഗിൾ ക്യൂ ആണ്. Therefore, ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ക്യൂ. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ പി എസ് ക്യൂയും ഒന്ന് നോക്കാം. സി എ ഇസിക്കൽ ടു പി ക്യു എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ക്യൂ എന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore, in triangle ADC, angle A plus angle ADC plus angle DCA ഇസിക്കൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ഡി സി 90 ഡിഗ്രി ആണ്. Therefore, angle A plus 90 degree plus angle DCA is equal to 180 degree. Therefore, angle DCA is equal to 180 minus 90 minus angle A. That is 90 minus angle A. ഇനി ട്രയാങ്കിൾ പി എസ് ക്യൂയിലെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. Therefore, angle Q plus angle QSP plus angle SPQ is equal to 180 degree.
ആംഗിൾ ക്യു എസ് പി 90 ഡിഗ്രിയാണ്. ദർഫോർ ആംഗിൾ ക്യു പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എസ് പി ക്യു ഈസിക്കൽ ടു 180 ഡിഗ്രി. ആംഗിൾ എസ് പി ക്യു ഈസിക്കൽ ടു 180 മൈനസ് 90 മൈനസ് ആംഗിൾ ക്യു, ദാറ്റ് ഈസ് 90 മൈനസ് ആംഗിൾ ക്യു. ഇനി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു ആംഗിൾ ക്യു ഈസിക്കൽ ടു ആംഗിൾ എ. ദർഫോർ നമുക്ക് 90 മൈനസ് ആംഗിൾ എ എന്ന് എഴുതാം, ദാറ്റ് ഈസ് ആംഗിൾ ഡി സി എ. സോ വി ഫൈൻഡ് ആംഗിൾ SPQ is equal to angle DCA. So one side and angles adjacent of triangle ADC is equal to one side and angles adjacent of triangle PSQ. Therefore triangle ADC and triangle PSQ are equal triangles. ഇനി നമുക്കറിയാം ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ക്യു ആണ്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. ദർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഇസ് ഇക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ക്യു. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ സി ഡി ആണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ക്യു പി എസ് ആണ്. ദർഫോർ സി ഡി ഇസ് ഇക്വൽ ടു പി എസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ? ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. Therefore area of triangle ABC is equal to half into CD into AB. Area of triangle PQR is equal to half into PS into QR ആണ്. PS is equal to CD എന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. അതേപോലെ QR is equal to AB എന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. Therefore area of triangle PQR is equal to half into CD into AB. That is area of triangle ABC. That means area of triangle ABC is equal to area of triangle PQR. In the quadrilateral ABCD shown below, the sides AB and CD are parallel. M is the midpoint of the side BC. The lines DM and AB extended meet at N. First question, are the areas of triangle DCM and triangle BMN equal? Why? നമുക്ക് triangle DCM ഉം triangle BMN ഉം ഒന്ന് നോക്കാം. Given that M is the midpoint of BC, therefore BM is equal to CM. Angle CMD, angle BMN ഉം opposite angles ആണ്. Therefore they are equal. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB and CD are parallel. BC is a line cutting parallel lines AB and CD. Therefore angle DCM and angle MBN are alternate angles. Therefore angle DCM is equal to angle MBN. So one side and angles at its ends of triangle DCM is equal to one side and angles at its ends of triangle BMN. So triangle DCM and triangle BMN are equal triangles. Therefore area of triangle DCM is equal to area of triangle BMN. Second question, what is the relation between the areas of quadrilateral ABCD and the triangle ADN? Area of quadrilateral ABCD is equal to area of quadrilateral ABMD plus area of triangle DCM എന്ന് എഴുതാം. അതേപോലെ area of triangle ADN is equal to area of quadrilateral ABMD plus area of triangle MBN എന്ന് എഴുതാം. നമുക്കറിയാം ട്രയാങ്കിൾ ഡി സി എമ്മും ട്രയാങ്കിൾ എം ബി എന്നും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എം ബി എം. സോ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എന്നിനെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി എം ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ദർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ആർ ദി ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ? ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ എ ബി സി ഡി വരച്ചു. എന്നിട്ട് ഡയഗണൽസ് ഡി ബിയും എ സിയും ജോയിൻ ചെയ്തു. നോ ലുക്ക് ട്രയാങ്കിൾ ഡി എ ബി ആൻഡ് ട്രയാങ്കിൾ സി എ ബി. എ ബി ഈസ് കോമൺ സൈഡ് ടു ബോത്ത് ട്രയാങ്കിൾസ്. എ ഡി ഈസ് ഈക്വൽ ടു ബി സി ബിക്കോസ് ദേ ആർ ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. ആംഗിൾ ഡി എ ബി is equal to angle CBA, that is equal to 90 degree because angles at the corners of rectangles are 90 degree. Therefore two sides and angles made by them of triangle DAB is equal to two sides and angle made by them of triangle CAB. Therefore triangle DAB and triangle CAB are equal triangles. നമുക്കറിയാം ആംഗിൾ ഡി എ ബി is equal to angle CBA because they are the angles at the corners of rectangle. Therefore side opposite to angle DAB is equal to side opposite to angle CBA. Side opposite to angle DAB DB ആണ്. Side opposite to angle CBA AC ആണ്. Therefore DB is equal to AC. DBയും ACയും റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ആണ്. Therefore diagonals of a rectangle are equal.